വാസു വാസു ആരെയും കാണുന്നില്ലല്ലോ. വാസു പ്രേതാടാ. അളിയാ അയ്യോ എന്താടാ വാസു ഒരു പ്രേതോടാ. എന്താടാ അളിയ നമ്മുടെ വാസു വാസു ഒരു പ്രേതാ. എടാ പൊട്ട, നേരത്തെ വാസുവിന്റെ ഭാര്യയായിരുന്നു പ്രേതം, ഇപ്പൊ വാസുവും പ്രേതമാണോ? കുറച്ചു കഴിയുമ്പോ നീ എന്നെയും പ്രേതമാക്കുമല്ലോ. ഈ തലയ്ക്ക് ഒളിവില്ലാത്ത ഞാനവിടെ വെള്ളമെടുക്കാൻ പോയില്ലേ, അന്നേരം എന്റെ മേത്തൊരു ഒരു പല്ലി വീണടാ. പല്ലി അല്ലടാ വീണത്, പാറക്കല്ല് വീണോലെ പറയുന്നു. പിന്നെ എന്ത് പറ്റി പറ. അന്നേരം ഞാൻ വാസുവിനെ ഉറക്കെ വിളിച്ചു. അപ്പൊ അവൻ വാതിൽ ഉറന്ന് വന്ന് എന്റെ മുമ്പിൽ നിന്ന് പ്രേതത്തെ പോലെ. എടാ അവൻ ഉച്ചവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ, മരിക്കാതെ എങ്ങനെ പ്രേതാവും? സത്യടാ പറയുന്നത്, ഞാൻ പറയുന്നത് വിശ്വസിക്കടാ. എന്റെ കണ്ണുകൊണ്ട് കണ്ടതാടോ ഒന്ന് വിശ്വസിക്കടാ. നീ എങ്ങനെ ഞാൻ പറയുന്നത് വിശ്വസിക്കടാ. എടാ എനിക്ക് ഇന്നോട് ഒരു കാര്യം പറയാൻ തോന്നണടേ. എവന്റെ പ്രശ്നം തീർന്നില്ല, അപ്പോഴേക്കും നീ പുതിയ പ്രശ്നം കൊണ്ട് വരുവാണോ? വെറുതെ അടിക്കലടേ. പിന്നെ കൊഞ്ചണോ? മറന്നു പോകുന്നുണ്ടല്ലേ? ഇല്ലെങ്കിൽ പിന്നെ ശരി ഞാൻ പറയുന്നത് നീ എങ്കിലും മനസ്സിലാക്കടാ. എടാ എന്തോ കണ്ട് പേടിച്ചെന്ന് മനസ്സിലായി. മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കിപ്പോ. ബുദ്ധിയില്ലാത്ത കഴുതേ, എന്റെ സ്വപ്നം നശിപ്പിച്ചവൻ. പോയി കിടക്ക്. എന്ത് കഷ്ടോ ഞാൻ പറയുന്നതൊന്നും ഇവന്മാരെ വിശ്വസിക്കില്ലല്ലോ. ഞാൻ തുടച്ചിറങ്ങാം. ഇവിടെ ഇപ്പൊ സാറ് തുടച്ചു തരും, അത് നല്ല കാര്യം തന്നെയാ. നാളെ ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പോ ആര് തുടച്ചു തരും? ഇനി സാറ് ഡ്യൂട്ടിക്ക് പോകുന്നില്ലെങ്കിലോ? അളി ഈ സ്ഥലം എന്താടാ ഇങ്ങനെ? പിന്നെ പ്രേതാലയം എങ്ങനെ വേണമെന്നാ? എന്താടാ ഇതുവരെ ബോധം വന്നില്ല നിനക്കൊക്കെ? ഡാ വാസു, ഹേയ് കേറി വാടാ. എന്താടാ ഇവിടെയൊക്കെ ഇങ്ങനെ നാശമായി കിടക്കുന്നേ? അവളെ കൊണ്ട് എങ്ങനെയാടാ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുക? എന്താടാ എന്നെ കണ്ടെന്തിനാ ഇങ്ങനെ പേടിക്കാൻ? എടാ വാസു, നീ എന്താ പ്രേതമാണോ? എന്താടാ ഈ പറയുന്നേ? അതല്ലടാ വാസു, രാത്രി നിന്റെ അടുത്ത് വെള്ളം വാങ്ങിക്കാൻ വന്നായിരുന്നു. അപ്പം മുതൽ നീ പ്രേതാന്ന് പറഞ്ഞു നടക്ക. ഇവനാണെങ്കിൽ രാത്രി എന്തോ കണ്ട് പേടിച്ചു, ഇന്നലെ ഉറങ്ങാനും സമ്മതിച്ചില്ല. അറിയോ? ഓ അതാണ്. നോക്കിയാളിയാ, ആ വീട്ടിൽ വെച്ച് എന്റെ അമ്മായി മരിച്ചു പോയത്. അവിടെ കിടന്ന് അങ്ങനത്തെ സ്വപ്നം കാണു. നീ ഇങ്ങനെ പേടിക്കല്ലേ? ഓ രാത്രി കണ്ടത് സ്വപ്നായിരുന്നോ? ഇന്നലെ ഞാനതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചടാ. ഇവന്റെ ഒരു സ്വപ്നം വല്ലതായിരിക്കും. വാ നമുക്ക് പോവാം. വാ. അവർക്കെല്ലാവർക്കും കൊടുക്ക്. അയ്യോ ഒന്ന് നിക്കേട്ടാ, ആകെ ക്ഷീണിച്ചു പോയില്ലേ? ഒരു കോഫി കുടിക്കേ. അല്ല ഇന്ദു, നീ നമ്മുടെ ഭാഷ നല്ല സൂപ്പറായിട്ട് സംസാരിക്കുന്നല്ലോ. ഇന്ദു, നമ്മുടെ വാസു പറഞ്ഞത് സത്യവാ. ശരിക്കും മഹാലക്ഷ്മിയെ പോലെ ഉണ്ട്. അല്ല ഇതെന്താ ഇങ്ങോട്ടൊന്ന് നോക്കി. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? പ്രേതവും ഇല്ല, പിശാചും ഇല്ല. ദാ പിടിക്കേ, കോഫി കുടിക്കേ. ഇവനെപ്പോഴും പേടിയുണ്ടാ. ഇവനൊരു ഏലസ് കെട്ടി കൊടുക്ക്. അയ്യോ, ആരെ മരിച്ചെടുക്കുന്നു.
എന്തോ പറ്റി? വേഗം വാ. എന്താന്ന് അറിയില്ല. വാടാ, വേഗം വാ, വേഗം വാ. എന്താ ഇത്? വേഗം വാ. പോയി നോക്കാം. ആരുടെ ഇത്? ആര് ക്ലോത്ത് ചെയ്ത് എന്നെ ആരാണ് കടുങ്കൈ ചെയ്തത്? ദുർഗന്ധം ആരെ എങ്ങനെ കൊന്ന്? ആരാ ഇങ്ങനെ ചെയ്തെന്ന് അറിയില്ല. ഇല്ല. പക്ഷെ ഇതിനുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. വല്യേട്ടാ, ഇത് അവളുടെ പണിയാ. കൊല ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇതിനൊന്നും ചെയ്തില്ലെങ്കിൽ ഇത് നമ്മളെല്ലാരെയും കൊല്ലും. എത്ര വലിയ മന്ത്രവാദികളെ കൂട്ടിക്കൊണ്ടുവന്നിട്ടും അവർക്കൊന്നും ഇവളെ തളയ്ക്കാൻ പറ്റുന്നില്ല. ആഗ്രഹാരത്തിലുള്ളവരെല്ലാം മരണഭയത്തിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. ആട്ടെ, വാസുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല അമ്മാവ. വാസുവിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. ആ ഇന്നാ അലവലാതി കുടി. എടാ, കഴിക്കാൻ വല്ലതും ഉണ്ടോടാ? ഒന്നുമില്ല ഏട്ടാ. എടി റാണി, സുഖമാണോ എന്റെ മുത്തേ? രാത്രി നീ എന്റെ സ്വപ്നത്തിൽ വന്ന് അറിയോ നിനക്ക്? എന്താടാ സ്വപ്നത്തിലെല്ലാം തീർത്തോ? വെറുതെ കടം പറഞ്ഞു കുടിച്ചിട്ട് പോകാൻ വന്നതാ. ഇതുവരെ ശമ്പളം കിട്ടിയില്ല. ഒന്നും മനസ്സിലാക്ക റാണി. കള്ള് കടം ചോദിച്ചോ, ടച്ചിങ്സും ചോദിച്ചോ? ഇതൊന്നും ചോദിച്ചേക്കരുത്, എന്റെ മനസ്സിലായോ? മുത്തല്ല, എന്റെ പൊന്നല്ലേ, ഒന്ന് മനസ്സിലാക്ക റാണി. കൊച്ചു കള്ള വാച്ച് കടിച്ചു വീഴ്ത്താല്ലേ? വാ, നിനക്കുള്ള തന്നേക്കാം. എന്താണ് ഇന്ന് നോക്കുമോളെ, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. കള്ള പരിചയം. ശരി ശരി. കാല് മാറ്റാ അലവലാതി. നിനക്ക് എന്താടാ ഇത്ര നാണം? എടീ, എന്താടി ഇവന്റെ കൂടെ പരിപാടി? അലവലാതി, വേഗം പോടാ അവിടുന്ന്. കഷ്ടപ്പെട്ട് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചായി. അവൻ വന്നെല്ലാം നശിപ്പിച്ചല്ലോ. വളരെ നന്ദി. എന്താ വയറ്റിലൊരു ശബ്ദം? ദൈവമേ, വീട് വരെ എങ്ങനെയെങ്കിലും എത്തണമല്ലോ. വയറെല്ലാം വളഞ്ഞിരിക്കുന്നുണ്ടല്ലോ. ഓ, അത് അങ്ങനെ തന്നെയാണല്ലേ. അപ്പടി പൊടി പിടിച്ചിരിക്കുകയാണല്ലോ. ഇതുവരെ ഒന്നും എത്തുമെന്ന് തോന്നുന്നില്ലല്ലോ. ഓ, ഡയൽ ചെയ്തില്ല അല്ലേ? അമ്മാവാ, കുറച്ചു നേരത്തേക്ക് ബക്കറ്റും വെള്ളം ഒന്ന് വാടക എടുക്കുക. ഞാൻ തിരിച്ചു കൊണ്ട് തന്നേക്കാം. അതിരിക്കട്ടെ, പഴത്തിന്റെ അടുത്തുനിന്ന് ഫോണെങ്ങാനും വന്നിരുന്നോ? പഴത്തിന്റെ അടുത്ത് ഒരു ഫോണും വന്നില്ലല്ലോ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. പഴത്തിന്റെ ഫോൺ വന്ന ഉടനെ നിങ്ങൾ എന്ത് തിരക്കിലായിരുന്നാലും ഞാൻ എവിടെയായിരുന്നാലും എന്നോട് വന്ന് പറയണം, മറക്കല്ലേ. പഴത്തിന്റെ അടുത്ത് ഫോണ്. ചേട്ടാ, ഓ, ഇവളുടെ ഒരു അകത്തേക്ക് കാര്യം. വാന്നേ. ഇതാ പറയുന്ന കടയും വീടും ഒരു സ്ഥലത്ത് വെക്കാൻ പാടില്ലെന്ന്. ഓ, ദാ വരുന്നു. അമ്മേ, ഇത് ഞാൻ എവിടെയോ കണ്ട പോലുണ്ടല്ലോ. ഈ ചെയിൻ എന്റെ പ്രണയത്തിന് ആ ശങ്കരൻ തന്ന ആഭരണമാണ്. അയ്യോ, എന്ത് പറ്റുമോ? അയ്യോ, അയ്യോ.